Hi viewers, welcome to ITL World Junior Idol Season 2. ITL World Junior Idol Season 2! നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലെ വളരെ മനോഹരമായ കൊല്ലം ജില്ലയിലെ കൊട്ടിയം എന്ന സ്ഥലത്താണ്. ITL World Junior Idol Season 2-ന്റെ ഫൈനലിസ്റ്റുകളിൽ ഒരാളായ അജലിന്റെ നാടാണിത്. നമുക്ക് എന്തായാലും ഇവിടെ എത്തിയിരിക്കുന്നത് അജലിന്റെ വിശേഷങ്ങളൊക്കെ അറിയാനാണ്. നമുക്ക് വേഗം അജലിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അജൽ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. എന്താ പറയുക, ജൂനിയർ ഐഡൽ സീസൺ 2-ന്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. എത്രമാത്രം സന്തോഷമാണ് ഉള്ളത്? നല്ല സന്തോഷമുണ്ട്. അജലിന് മാത്രമേ ഉള്ളൂ? വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ എങ്ങനെയുണ്ട്? വളരെ സപ്പോർട്ടീവ് ആണ്. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടൊക്കെ മേടിച്ചു തന്നോ? അങ്ങനെ കുഴപ്പമില്ലേ? ഒത്തിരി എന്താ പറയാ, ഗിഫ്റ്റ്സ് ഒക്കെ മേടിച്ചു തന്നോ? തന്നു. സന്തോഷമായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ഇത്രയും അജലിന്റെ നാട് ഇവിടെ കൊല്ലത്താണ്. എന്താ, നമ്മളിപ്പം നല്ല മനോഹരമായ ഒരു പാടത്തിന്റെ നടുവിലിരിക്കുകയാണ്. എന്താണ് നാടിനെ കുറിച്ച് പറയാനുള്ളത്? ഇവിടുത്തെ ആൾക്കാരെല്ലാം വളരെ സപ്പോർട്ടീവാണ്. പിന്നെ ഇത് കൊട്ടിയത്തിന് കുറച്ച് ഭാഗത്തോട്ടുള്ള പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇതിപ്പം എന്നും വന്ന് തൊഴാറൊക്കെ ഉണ്ടോ ഈ അമ്പലത്തിൽ? ഇത് എന്ത് പ്രതിഷ്ഠയാണ്? ഇത് ദേവി പ്രതിഷ്ഠയാണ്. അപ്പൊ ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതുവരെ കിട്ടിയത് ആണ് തോന്നുന്നു. ജൂനിയർ ഐഡലിന്റെ ഓഡീഷന് ശേഷം ഇപ്പോൾ ഇവിടെ ഫൈനൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലുള്ള അജലിന് തന്നെ തോന്നിയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സ് എന്തൊക്കെയാണ് അജലിന്റെ ഭാഗത്തുനിന്ന്? ഞാൻ മുമ്പ് വരെ സെമി ക്ലാസിക്കൽ സോങ്സ് മാത്രമേ പാടിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ വന്നതിന് ശേഷം അടിച്ചു പൊളിച്ച് പാടാൻ തുടങ്ങി. അതെ. അപ്പം ഇത്രയും എനർജറ്റിക് ആയിട്ടൊക്കെ പാടാൻ വീട്ടിൽ നിന്ന് ആരെങ്കിലും തള്ളി ഒന്ന് വിടാറുണ്ടോ? ഇങ്ങനെയൊക്കെ പാടണം കേട്ടോ എന്നൊക്കെ പറയാറുണ്ടോ? അങ്ങനെയല്ല, സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാം അജലിന്റെ തന്നെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങളാണ് അല്ലേ? ആണോ? എന്തോ ഒരു മടി? ഇല്ല, ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജഡ്ജസിൻ്റെ അടുത്ത് പോകാം. എന്ന് പറഞ്ഞാൽ ജൂനിയർ ഐഡലിൻ്റെ ഒരു അസറ്റായിട്ടാണ് അവർ നിൽക്കുന്നത്. നമ്മുടെ 3 ജഡ്ജസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? വളരെ ജോളിയാണ്. പാട്ടിൻ്റെ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തരും. ബിജുവാൽ സാർ പിന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ബിജുവാൽ സാറിൻ്റെ അടുത്ത് നിന്ന് പാട്ട് പാടി കേൾപ്പിക്കാറൊക്കെ ഉണ്ട്. അനുപേട്ടൻ ഗ്രൂം ചെയ്ത് തരും. പിന്നെ എല്ലാവരും വളരെ സപ്പോർട്ടാണ്. അവരെങ്ങനെ കറക്ഷൻ പറഞ്ഞു തരുമ്പോൾ മാക്സിമം അത് ഉൾക്കൊണ്ട് എടുക്കാറുണ്ടോ? അത് വിഷമം തോന്നാറുണ്ടോ? അയ്യോ, ഞാൻ ഇത്രയും പാടിയിട്ട് അവർ തെറ്റ് പറഞ്ഞു, എനിക്ക് സങ്കടമായി എന്നൊക്കെ പറഞ്ഞ് ഡള്ളാവോ? ഇല്ല, അങ്ങനെയില്ല, നല്ല പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. ഓക്കെ, അപ്പോൾ ഇനി അജൽ, ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ പറയൂ. എങ്ങനെയുണ്ട്? ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ടിങ് ആണോ? അവർ എന്തൊക്കെ ഉപദേശങ്ങൾ തരാറുണ്ട് പോകുമ്പോൾ? ഫ്രണ്ട്സൊക്കെ വളരെ സപ്പോർട്ടീവാണ്. എൻ്റെ ഫ്രണ്ട്സ്മാരൊക്കെ അവരെ ജഡ്ജസിനെയൊക്കെ അന്വേഷിച്ചൊക്കെ പറയാനൊക്കെ ഉണ്ട്. അപ്പം ഒരു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ നാട്ടിലിപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു സ്റ്റാറിന്റെ വാല്യൂ ഒക്കെ തരാറുണ്ടോ? അവര് തരാറുണ്ട്. അപ്പം ഞങ്ങളെയൊന്നും മറന്നു പോരുതേ ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്. ജൂനിയർ ഐഡലിൽ ഒത്തിരി പാട്ടുകൾ പാടി, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി പാട്ടുകൾ പാടി. അജലിന് ശരിക്കും സ്വന്തമായിട്ട് ഇഷ്ടം തോന്നിയ പാട്ട് ഏതാണ്? എനിക്ക് അനുപേട്ടൻ സെലക്ട് ചെയ്യുന്ന ഉനക്കന മേലെ എന്ന പാട്ടാണ്. എന്തുകൊണ്ട്? ഒത്തിരി നല്ല കമന്റ്സ് കിട്ടിയോണ്ടാണോ? പാടാൻ നല്ല ഇഷ്ടം ഉണ്ടായിട്ടാണോ? പാടാൻ ഇഷ്ടം ഉണ്ടായത്. പിന്നെ ഇപ്പം ഫ്രണ്ട്സിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞു, സ്കൂളിലെ ഫ്രണ്ട്സ്, നാട്ടിലുള്ള ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ. ജൂനിയർ ആയിട്ടുള്ള ആരാ ബെസ്റ്റ് ഫ്രണ്ട്? ശ്രേയസിനാണ്. എന്തുകൊണ്ട് ശ്രേയസിനെ കണ്ടിട്ടുള്ള ഒരു ഗുഡ് ക്വാളിറ്റി പറഞ്ഞേ? പാവമാണ്, അത്രേ ഉള്ളൂ. നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഓക്കെ, ഇപ്പോൾ അജൽ എന്തായാലും നന്നായി പാടുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ആവണം എന്നൊക്കെ തന്നെയായിരിക്കും ആഗ്രഹം. എന്നാലും അജലിനെ വേറൊരു കണ്ടസ്റ്റന്റിൽ നോക്കുമ്പോൾ പാട്ട് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാണ്? ശ്രേയസിനെയാണ് ഇഷ്ടം. ശ്രേയസ് പാടിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സോങ് ഏതാണ്? சொல்லக்கூடாது காதலி பொய் சொன்னால்
ரேகை மாற்றினாய் பொய்யொன்றை ஒப்பித்தாய் ஐயோ தப்பித்தாய் கண்மூடி தேடத்தாய் கனவெங்கும் தித்தித்தா பொய் சொல்ல கூடாது காதலி. അജൽ, ഇനി ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. എന്നാലും ഇപ്പോൾ ഇത്രയും നല്ല നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല മുകളിലിരിക്കുകയാണ്. ഒരു നല്ലൊരു പാട്ട് പാടിക്കേ. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കടൽ കുളിർ താരാരോ, മധുരമായി പാടും മണിശംഖുകളായി. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. നമ്മളിപ്പോൾ ഉള്ളത് അജലിന്റെ ദി വെരി സ്പെഷ്യൽ ഫാമിലിയുടെ ഒപ്പമാണ്. നമുക്ക് എന്തായാലും അജലിനോട് തന്നെ ചോദിച്ചറിയാം അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അജൽ, പരിചയപ്പെടുത്തും. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് ഉദയകുമാർ. അച്ഛൻ കാർപ്പൻട്രി കോൺട്രാക്ടറാണ്. ഇതെൻ്റെ അനിയൻ. എൻ്റെ പേര് ആനന്ദ് ഉദയൻ. അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇതെൻ്റെ അമ്മ. അമ്മയുടെ പേര് സജിത. അമ്മ ഹൗസ് വൈഫാണ്. എന്താ പറയുക, നമ്മുടെ അജൽ ജൂനിയർ ഐഡൽ സീസൺ 2 ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. എത്രത്തോളം സന്തോഷമുണ്ട് ആൻറ്റിക്കും അങ്ങളിനും ഒക്കെ? വളരെയധികം സന്തോഷമുണ്ട് അജൽ ഇത്ര വരെ എത്തിയതിൽ. അജലിന് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ പാട്ട് പഠിക്കാനായിട്ട് കൊണ്ടാക്കിയത്. പാടാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഉമേനല്ലൂർ സജി സാറിൻ്റെ അടുത്താണ് അവൻ പഠിക്കുന്നത്. അന്ന് മുതൽ കോമ്പറ്റീഷൻസിനൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് മത്സരങ്ങൾ പങ്കെടുക്കുമ്പം പ്രൈസൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇപ്പം ജൂനിയർ ഐഡലിൽ വന്നതിന് ശേഷം ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പെർഫോം ചെയ്തൊക്കെ പാടുന്നുണ്ട്. പിന്നെ ഫൈനലിൽ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്കിളാണോ ഈ കോമ്പറ്റീഷൻ സ്റ്റേജിൽ കൊണ്ടുവരാറ്? അത് രണ്ടുപേരും കൂടിയാണോ? രണ്ടുപേരും കൂടെ. അപ്പോൾ അതാണ് ആദ്യമേ അജൽ പറഞ്ഞിരുന്നുണ്ടായിരുന്നു, അച്ഛനമ്മയും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്, അച്ഛനമ്മയാണ് എല്ലായിടത്തും കൊണ്ടുപോകുന്നതെന്നൊക്കെ. അപ്പോൾ എന്താ പറയുക, അജൽ ആദ്യം സെമി ക്ലാസിക്കൽ മാത്രം കൈവച്ച് ഭയങ്കര സേഫ് ആയിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പെർഫോമൻസ് ഒക്കെ ചെയ്ത് പാടുന്നുണ്ട്. അങ്കിൾ അന്നി പറഞ്ഞു കൊടുക്കാറുണ്ട്? ടിപ്സ് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാറുണ്ടോ? കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടാറുണ്ട്. അത് അതേപോലെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് കുറച്ചൊക്കെ. ജൂനിയർ ഐഡൽ ഒരു പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര ദിവസം എടുക്കും പഠിച്ച് അത് ഫുൾ ക്ലിയർ ആയി വരാൻ? ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ പഠിച്ചെടുക്കാറുണ്ട്. ഹാർഡ് വർക്കിംഗ് ആണോ? അതായത് വീട്ടിൽ വന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ട്? പ്രാക്ടീസ് ഹാർഡ് വർക്കിംഗ് ആണല്ലേ? അപ്പോൾ ഇതുവരെ എത്തിയല്ലോ, ഇപ്പോൾ ഫൈനലിൽ എത്തി നിൽക്കുകയാണ് അജലിന്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആരോടാണ് താങ്ക്സ് പറയാനുള്ളത് അജൽ ഇത്ര വരെ എത്തിയല്ലോ? ജൂനിയർ ഐഡലിൻ്റെ പ്രൊഡ്യൂസർ, ഫുൾ മെമ്പേഴ്സ് എല്ലാവരോടും വളരെ വളരെ താങ്ക്സ് പറയുകയാണ് ഫൈനലെത്തിയതിൽ. പിന്നെ ദൈവത്തോട്, പിന്നെ അവൻ്റെ സാറിനോട്, എല്ലാവരോട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഫാമിലി മൊത്തം സംഗീതം ഉള്ള കുടുംബമാണ്. എൻ്റെ കൊച്ചപ്പൻ എന്ന് പറഞ്ഞ ഗോവിന്ദരാജ് ഇവിടുത്തെ ഒരു സംഗീത വിദ്വാനാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സജീവ് സാറും. അപ്പോൾ അങ്ങനെയുള്ളൊരു കലാവാസന മൊത്തത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഫാമിലിയുടെ ഒപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഫാമിലിക്കും നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടി തരണം കേട്ടോ. പുത്തൻ പുതു പൂ പൂത്തതോ, എണ്ണങ്ങളിൽ തേൻ വാർത്തതോ, മുട്ടവിട നാളാനതോ, സൊല്ലടിയൻ സെല്ലക്കിളിയേ. പുത്തൻ പുതു പൂ പൂത്തതോ, എണ്ണങ്ങളിൽ തേൻ വാർത്തതോ, മുട്ടവിട നാളാനതോ, சொல்லடியன் செல்லக்கிளியே. வாய் பேசும் வார்த்தையெல்லாம் கண் பேசும் அல்லவோ, கண் பேசும் வார்த்தையை தான் கண்ணீரும் சொன்னதோ. புத்தன் புது பூ பூத்ததோ, எண்ணங்களில் தேன் வார்த்ததோ, മുട്ടവിട നാളാനതോ, സൊല്ലടിയൻ സെല്ലക്കിളിയേ. അജലിന്റെ വലിയൊരു സപ്പോർട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അജലിന്റെ അനിയൻ ആനന്ദാണ്. ആനന്ദിനോട് നമുക്ക് ചോദിക്കാം. ആനന്ദ് ഭയങ്കര ഡാൻസറാണ്, തബ്ലിസ്റ്റ് ആണ്. ചേട്ടന് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആനന്ദാണോ? അല്ലേ? അല്ലേ? ഞാൻ ഫോട്ടോസ് ഒക്കെ കണ്ടല്ലോ, നോണ പറയാൻ നിൽക്കണ്ട.
ഞാനല്ല പഠിപ്പിച്ചെടുക്കുന്നത്. ആണോ? അജല് പറയൂ. ഒരു സ്റ്റെപ്പ് പോലും പറഞ്ഞു തന്നിട്ടില്ലേ? ചെറുതായിട്ട് പറഞ്ഞു തന്നെ. അപ്പൊ നോണ പറയുമല്ലേ? ചെറുതായിട്ടൊക്കെ. അപ്പോ അങ്കിളിന് എനിക്ക് അജല് പാടിയിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഏതായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് സ്റ്റേജിൽ പാടി മുത്തുമണി തൂവൽ തരാം എന്ന പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്കിളിനോ? എനിക്കും അതാണ്. രണ്ടുപേർക്കും ഒരേ ഇഷ്ടമാണല്ലേ? മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, നറുപൂവികളിൽ മധുരം പകരാം, ചെറുപൂങ്കാറ്റായി മെല്ലെ താരാട്ടാം, എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ, മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം, സായാഹ്നമായി താലോലമായി. കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം, സായാഹ്നമായി താലോലമായി. ഈ സ്നേഹസന്ധ്യയിൽ ജീവന്റെ കൂട്ടിലൻ താരിളം കിളികളെ ചേക്കേറുമോ, മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. ഈശ്വര കൈകോപ്പി നിൽപ്പോ ഞാൻ നിൻ മുന്നിൽ, ഏറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ. ഇത് നമ്മുടെ സ്കൂളില് ഏറ്റവും വിശേഷമുള്ള ഒരു ദിവസമാണ്. All class, attention. Salute the Ajay. Down. അജല ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയാണ്. Out.